समुद्र उत सिन्धुरापो यस्यामन्नम् നളചരിതം രണ്ടാം ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാം ദിവസത്തെ കഥയുടെ അവസാനം നളദമയന്തിമാരുടെ വിവാഹമാണ്. ദീർഘകാലം ആഗ്രഹിച്ച് അവരുടെ വിവാഹം നടന്നു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ദേവന്മാരുടെ പരീക്ഷകളും നേരിട്ട് ആ വിവാഹം ഭംഗിയായി നടന്നു. ഇത് മാത്രമല്ല, ദേവന്മാരിൽ നിന്ന് അതിവിശിഷ്ടങ്ങളായിട്ടുള്ള അനേകം വരങ്ങൾ ഈ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ നളദമയന്തിമാര് വിവാഹം കഴിഞ്ഞ് നളന്റെ രാജധാനിയിൽ തിരിച്ചെത്തിയ ശേഷം നളന്റെ കുവലേ വിലോചനെ എന്നാരംഭിക്കുന്ന ശൃംഗാരപദത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. അതിൽ ലജ്ജാവതിയായ നായികയെ അനുനയിപ്പിക്കുന്നതിനുള്ള നായകൻ്റെ ചാടുവാക്കുകളാണ് ഈ കുവലേ വിലോചനെ എന്നാരംഭിക്കുന്ന പദത്തിലുള്ളത്. ഇതിന് ഇവയത്തെ മറുപടി പറയുന്നത് നളന്റെ ഉദ്യാനത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള സാമ്യമകന്നൊരു ഉദ്യാനം എന്ന പദമാണ്. ആ ഉദ്യാന വർണ്ണനയിലൂടെ തനിക്ക് കൈവന്ന ദാമ്പത്യത്തിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ദമയന്തി ചെയ്യുന്നത്. അവിടെ ആ ഉദ്യാനത്തിൽ പൊന്മയ ക്രീഡാപർവ്വതം, അങ്ങനെ പല പല കാഴ്ചകൾ, അവിടെ ക്രീഡിക്കുന്ന ഹംസങ്ങൾ. ഈ ഹംസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നളന്റെ മനസ്സിൽ തങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച, തങ്ങളുടെ അനുരാഗത്തെ സഫലമാക്കി തീർക്കുന്നതിൽ പ്രണയദൂതനായി വർത്തിച്ച ആ സവർണ ഹംസത്തെ നളൻ ഓർത്തുപോകുന്നു. ആ ഓർമ്മ പഴയ ഒരുപാട് ഓർമ്മകളിലേക്ക് കടന്നു പോവുകയാണ്. താൻ പണ്ട് വിരഹാസഹനായി ഈ ഉദ്യാനത്തിൽ വന്നിരുന്നതും ഒക്കെ ആയിട്ടുള്ള ആ വിപ്രലംഭ അവസ്ഥ വിശദമാക്കുന്ന ഒരു പദം കൂടി നളന്റേതായുണ്ട്. മൂന്നാമത്തെ പദം ദൈതേ നീ കേൾ എന്നാരംഭിക്കുന്ന പദം. വിവാഹത്തിന് മുമ്പുള്ള അനുകമ്പനീയമായ തൻ്റെ അവസ്ഥ തൻ്റെ ദൈതയോട് പറയുന്നതാണ്. അതെല്ലാം കടന്ന് കൈവന്നു കാമിതവും നമ്മുടെ ആഗ്രഹം സാധിച്ചു. അതുപോലെ ആ ഹംസം ചെയ്ത ഉപകാരത്തെയും ഓർക്കുന്നു. ഇതൊക്കെയാണ് ഈ മൂന്നാമത്തെ പദത്തിൽ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നളദമയന്തിമാരുടെ വളരെ രസകരങ്ങളായിട്ടുള്ള ചില നർമ്മ ഭാഷണം വരുന്ന ആട്ടങ്ങൾ ചിലത്, അത് നടന്റെ ഭാവനയാണ്. അങ്ങനെയാണ് ആദ്യ രംഗം അവസാനിക്കുന്നത്. അടുത്ത രംഗത്തിൽ നാം കാണുന്നത് ദൈവം ന വിപരീതമെന്നു പറഞ്ഞു മറഞ്ഞു സഖ എന്നാണ് ഹംസത്തെ പറ്റി നളൻ അവസാനം പറയുന്നത്. ദൈവം ഒരിക്കലും വിപരീതമല്ല, പക്ഷെ ദൈവം വിപരീതമായി കഴിഞ്ഞു. ചിരകാല അഭിലഷിച്ച ആ ആഗ്രഹം സാധിച്ച് അതങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതാ ഒരു വലിയ ശക്തി നളനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. കലി ദമയന്തിയെ വരിക്കാൻ പുറപ്പെട്ടതാണ്.
പക്ഷെ വഴിയിൽ വെച്ച് സ്വയംവരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന ഇന്ദ്രാദി ദേവന്മാരെ കണ്ടു. അവര് പറഞ്ഞറിഞ്ഞു ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അവൾക്കിഷ്ടപ്പെട്ട അനുരൂപനായ ഒരു ഭർത്താവിനെ അവൾ വരിച്ചു. അങ്ങനെ നളദമയന്തിമാരുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ കലി ക്രോധാവിഷ്ടനാവുകയാണ്. കലിയുടെ സ്വഭാവം പരോത്കർഷ അസഹിഷ്ണുതയാണ്. അന്യരുടെ മറ്റാർക്ക് ഉത്കർഷം ഉണ്ടാകുമ്പോൾ അതിൽ അസഹിഷ്ണുവാകുന്ന കലി അവനെയും അവളെയും തമ്മിലകറ്റി രണ്ടുപേരെയും രാജ്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കും എന്ന് ദേവന്മാരുടെ സാന്നിധ്യത്തിൽ സത്യം ചെയ്തു. പിന്നെ അതിനുള്ള ശ്രമങ്ങളായി. കലിയോടൊപ്പം മറ്റൊരു യുഗമൂർത്തിയായ ദ്വാപരനുമുണ്ട്. ദ്വാപരനോട് ആലോചിച്ചു, എന്താണ് വഴി, നളനെ നശിപ്പിക്കാനുള്ള വഴി എന്താണ്? അപ്പം ദ്വാപരൻ പറഞ്ഞു, നളൻ നിസ്സാരനല്ല, അത് നേരിട്ട് ചെന്ന് നളനെ ജയിക്കാൻ കഴിയില്ല. ഒരു ഉപായമുണ്ട്. അവനൊരു അനുജനുണ്ട്, പുഷ്കരൻ. അവനെ നമുക്ക് മുഷ്കരനാക്കണം. നളനെതിരെ പൊരുതാൻ അവനെ പ്രേരിപ്പിക്കണം. നളന്റെ ചൂതുകളിയിലൂടെ രാജ്യവും സകലതും പിടിച്ചു പറിച്ച് അവനെ കാട്ടിലേക്ക് അയക്കുക. അങ്ങനെ ദ്വാപരന്റെ ഉപദേശം കൈക്കൊണ്ട് കലി പുഷ്കരന്റെ സവിധത്തിലെത്തുന്നു. ഈ പുഷ്കരനാകട്ടെ നളന്റെ അനുജനാണ്, പക്ഷേ ഒന്നുമില്ലാത്തവനാണ്, ഒരു കഴിവുമില്ലാത്തവനാണ്. കഴിവില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, കഴിവില്ലാത്തവൻ ഒറ്റയ്ക്ക് ചടഞ്ഞുകൂടിയ ഒരു കൊട്ടാരത്തിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഒരു ചുമ്മാ തമ്പുരാനായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ അല്ലേ? നളനും താനും തമ്മിലുള്ള വ്യത്യാസം. നളനും രാജാവ് ക്ഷത്രിയനായി ജനിച്ചു, താനും ക്ഷത്രിയനായി ജനിച്ചു. തമ്മിലുള്ള അന്തരം, ഇതൊക്കെ ഓർത്ത് മനസ്സ് അങ്ങേയറ്റം വികൃതമായി എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലും അത് ഒതുക്കി അങ്ങനെ കഴിയുന്ന ഈ പുഷ്കരനെയാണ് കലിദ്വാപരന്മാർ വന്ന് കാണുന്നത്. പുഷ്കര, നീ നിന്റെ ജന്മം നിഷ്ഫലമാക്കരുത്. നീ നളനോട് ചൂത് പൊരുതുക. നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. അവന്റെ രാജ്യം പിടിച്ചെടുക്കുക, അവനെ കാട്ടിലേക്ക് അയക്കുക. നിനക്ക് ചൂത് കളിക്കാൻ പണയവസ്തു ഞാൻ തന്നെ. പുഷ്കരൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. ഇത്ര പെട്ടെന്ന് തനിക്ക് ഒരു സൗഭാഗ്യം ഉണ്ടാകുമെന്ന് പുഷ്കരൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വിശ്വസിക്കാൻ തന്നെ അയാൾക്ക് പ്രയാസം. കലിയുടെ പ്രേരണയ്ക്ക് വഴങ്ങാൻ പുഷ്കരന് അല്പം ബുദ്ധിമുട്ട് ഉണ്ടായി. പക്ഷേ അവസാനം കലി കൊടുത്ത ആത്മവിശ്വാസം, നളനെ ജയിക്കാനാകും എന്നുള്ള വിശ്വാസം കൊണ്ട് പുഷ്കരൻ ചൂത് കളിക്കാൻ തയ്യാറാകുന്നു. നളനെ ചെന്ന് ചൂത് കളിക്കാൻ വിളിക്കുന്നു. നളൻ പ്രത്യക്ഷപ്പെട്ടു പുഷ്കരൻ്റെ മുന്നിൽ. നീയാണോ എന്നെ ചൂതിന് വിളിക്കുന്നത്? ഞാനും നീയും തമ്മിലുള്ള ഭേദം, ഞാൻ ജ്യേഷ്ഠൻ, നീ അനുജൻ എന്നൊക്കെ പുഷ്കരനെ നളൻ ഒരുപാട് ശാസിച്ചെങ്കിലും അവൻ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ നളൻ ചൂത് കളിക്കാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ട്? ഇതിനകം കലി നളനെ ആവേശിച്ചു കഴിഞ്ഞു. അത് ഒരാട്ടമായിട്ടാണ് ചെയ്യുന്നത്. കലി 12 കൊല്ലം നളനെ ആവേശിക്കാൻ വേണ്ടി, അത്ര ധർമ്മനിഷ്ഠനായ ലോകോത്തര ഗുണശാലിയായ ഈ മഹാപുരുഷനെ ബാധിക്കാൻ കലിക്ക് 12 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ
കലിബാധിതനായ നളൻ ചൂത് കളിക്കാൻ തയ്യാറാകുന്നു. ആ ചൂതുകളിയിൽ, ആ കള്ളച്ചൂതിൽ കലിയുടെ സഹായം കൊണ്ട് പുഷ്കരൻ നളനെ പരാജയപ്പെടുത്തി രാജ്യവും സർവവും പിടിച്ചടക്കി നളനെ കാട്ടിലേക്ക് അയക്കുന്നു. ഈ സമയത്ത് ദമയന്തി അവർക്കുണ്ടായ 2 മക്കൾ ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. ആ 2 കുട്ടികളെയും അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ട് നളൻ്റെ പിന്നാലെ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പുഷ്കരൻ സർവാധിപതിയായി. നളനാകട്ടെ ഏകവസ്ത്രനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ ദമയന്തി. കാട്ടിൽ അവർ അലഞ്ഞു നടക്കുന്നതും ഭക്ഷണവും വിശപ്പും ദാഹവും അകറ്റാൻ മാർഗമില്ലാതിരിക്കുന്നതും നളന്റെ ഭ്രാന്തമായ മനസ്സും വിശന്ന് തളർന്നപ്പോൾ പറന്ന അടുത്തു വന്ന 2 പൊൻപക്ഷികളെ കണ്ടപ്പോൾ ഇതിനെ പിടിച്ചു തിന്നാമെന്ന് കരുതി ഉടുത്തിരുന്ന ഏകവസ്ത്രം വലയായി വീശിയപ്പോൾ പക്ഷികൾ ആ വസ്ത്രവും കൊണ്ട് പോയി. അതും കലിയുടെ ചതിയായിരുന്നു. അങ്ങനെ ദിഗംബരനായി തീർന്നു. ഉടുക്കാൻ വസ്ത്രം പോലും നോക്കുക. നമ്മൾ ആദ്യം കാണുന്ന നളൻ, അതാണ് മനുഷ്യ ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഉടുക്കാനൊരു വസ്ത്രം പോലും ഇല്ലാതെ അവസ്ഥയിലാണ്. അപ്പോൾ നളൻ ദമയന്തിയോട് പറഞ്ഞു, നിന്നെ രക്ഷിക്കുക എനിക്ക് പ്രയാസമായിരിക്കുന്നു. നീ ഇതുവഴി പോയാൽ ഈ പയോഷ്ണി ആറും കടന്ന് അങ്ങ് കുട്ടിനെ രാജധാനിയിലെത്താം, അച്ഛൻ്റെ കൊട്ടാരത്തിൽ. ദമയന്തി പറഞ്ഞു, ആപത്തിലും ഭർത്താവിന് പ്രീതിതമായ ഔഷധമാണ് ഭാര്യ. അങ്ങനെ ഞാൻ വേർപെട്ട് പോവുകയില്ല. പക്ഷേ ഒരു ദിവസം, ഒരു രാത്രി, ഒരു വലിയമ്പലത്തിൽ തൻ്റെ മടിയിൽ തളർന്നുറങ്ങുന്ന ദമയന്തിയെ ആരും സഹായമില്ലാത്ത ഒരവസ്ഥയിൽ കൊടുങ്കാട്ടിൽ ഭ്രാന്ത് പിടിച്ച മനസ്സോടെ നളൻ അവൾ ഉടുത്തിരുന്ന വസ്ത്രത്തിൻ്റെ പാതി മുറിച്ചുടുത്ത് ഓടി മറയുകയാണ്. വേർപാട് എന്ന് പറയുന്ന 2ാം ദിവസത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രംഗമാണത്. ഇത് കഴിഞ്ഞാൽ ദമയന്തി ഉണർന്ന് നളനെ കാണാഞ്ഞ് വിലപിച്ച് കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട് ദീനമായി വിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ഓടിയെത്തിയ ഒരു കാട്ടാളൻ അവളെ പെരുമ്പാമ്പിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ കാട്ടാളന് അവളോട് താല്പര്യം തോന്നുന്നു. അർത്ഥവസ്ത്രം ഉടുത്ത് ആ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അവളെ തനിക്ക് സ്വന്തമാക്കാം എന്നവൻ വിചാരിച്ചു പോയി. എത്ര തന്നെ ഉപദേശിച്ചിട്ടും അവൻ വിട്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ നളൻ ദമയന്തി, ദേവന്മാർ നൽകിയ വരം തന്നെ എനിക്കിതിന് ഉപകാരമായി തീരും എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആ കാട്ടാളൻ ഭസ്മമായി കാറ്റിൽ പറത്തപ്പെട്ടു. ആ ചാരം പോലും ഒന്ന് പറന്നുപോയി എന്ന്. ഇവിടം വരെയുള്ള കഥയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ഇന്ന് കലാകാരന്മാർ കലാമണ്ഡലം ഷൺമുഖൻ, നളൻ, കലാമണ്ഡലം അരുൺ രാജു, ദമയന്തി, ധന്യ ഹരികുമാർ ഇന്ദ്രൻ, കലാമണ്ഡലം ബാലകൃഷ്ണൻ കലി, കുറിച്ചി അനന്തകൃഷ്ണൻ ദ്വാപരൻ, കലാമണ്ഡലം അതുൽ പുഷ്കരൻ, മാസ്റ്റർ ദേവാനന്ദ് മന്ത്രി, മാസ്റ്റർ ആരവ് കാള, കലാനിലയം വിനോദ് കാട്ടാളൻ, പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം കൃഷ്ണകുമാർ, സദനം പ്രേമൻ എന്നിവരുടെ പാട്ട്, കലാമണ്ഡലം ശ്രീവിൻ, ശ്രീരാഗ്, സായിനാഥ് തുടങ്ങിയവർ ചെണ്ട, കലാനിലയം മനോജ്, രാകേഷ് എന്നിവർ മദ്ദളം, കലാനിലയം വിഷ്ണു ചുട്ടി,
പള്ളിപ്പുറ ഉണ്ണികൃഷ്ണൻ, പന്മന അരുൺ, അശോകൻ തുടങ്ങിയവർ ചമയം സന്ദർശൻ കഥകളി വിദ്യാലയം അവതരിപ്പിക്കുന്ന നളചരിതം 2ാം ദിവസത്തെ കഥ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഭൂമിരഗ്നിം ഇന്ദ്രർഷഭാദ്രവിണേനോ ദധാതു